മറക്കാനാകുമോ നമുക്ക് ആ ദിവസം? ജൂലൈ 30, 2024 കേരള ജനത്തെ ഒന്നടക്കം കണ്ണീരില്ലായിരുത്തിയ നമ്മുടെ രാജ്യത്തെ തന്നെ നിർത്തിച്ച എന്തിനേറെ പറയുന്നു, ലോക ജനത്തെ തന്നെ നിർത്തിച്ച നമ്മുടെ കൊച്ചു കേരളത്തിൽ വയനാട് ജില്ലയിൽ മേപ്പാടി പഞ്ചായത്ത് മുണ്ടക്കൽ ചൂരങ്ങല എന്നീ ഗ്രാമങ്ങളെ തുടച്ചു നീക്കിയ ആ ദിവസം കൊച്ചു മോണാറ്റിലൂടെ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ വയനാട്ടിലോട്ട് ക്ഷണിക്കും. അർദ്ധരാത്രി സമയം 2:10 മുണ്ടക്കൽ. ശബ്ദം കേൾക്കുന്നു. അല്ല, വീട്ടിലോട്ട് വെള്ളം കയറുന്നു. എന്റെ റബ്ബേ, എഴുന്നേൽക്കുന്നു. വീട്ടിൽ മൊത്തം വെള്ളം കയറുന്നു. അപ്പുറത്ത് വീടല്ല, വെള്ളത്തിനടിയിലായല്ലോ. വേഗോടി വാ മോളെ, മറ്റൊരു കൈവിടല്ലേ. വേഗോടി വാ മോളെ, കൈവിടല്ലേ. നീ എവിടെ? നിന്നെ കാണുന്നില്ലല്ലോ. നീ മോളെ മുറുകെ പിടിക്ക്. മോള് പോയിക്ക, മോളെ കൈയിട്ട് പോയിക്ക. നീയെവിടെ? മോളെവിടെ? നിങ്ങളെവിടെ? മോളെ മോളെ കാണാനില്ലല്ലോ. എല്ലാവർക്കും ലൈവ് ചാനലിന്റെ മോർണിംഗ് ന്യൂസിലോട്ട് സ്വാഗതം. വയനാട്ടിലെ വിശേഷങ്ങളുമായി ലൈവ് ചാനലിനും വേണ്ടി അഭിജിത്ത് നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇപ്പോഴത്തെ വയനാട്ടിലെ അവസ്ഥ? പറയൂ. ക്യാമറമാൻ ഉണ്ണിക്കൊപ്പം അഭിജിത്ത് വയനാട്ടിൽ നിന്നും മനസ്സ് തകർന്ന കാഴ്ചകളാണ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. ഞാനിപ്പോൾ ഉള്ളത് വല്ലാമൂർ സ്കൂളിനടുത്താണ്. ഇവിടുത്തെ കുറച്ച് അധ്യാപകർ വന്നിട്ടുണ്ട്. അതിനൊരു തളർന്നിരിക്കുകയാണ്. നമുക്ക് ആ സ്ഥാനത്ത് തന്നെ ചോദിക്കാം. സാർ, ഈ സ്കൂളിനെ കുറിച്ചും ഇവിടുത്തെ കുട്ടികളെ കുറിച്ചും എന്താണ് പറയാനുള്ളത്? പറയാന ഇവിടെല്ലാം ഞങ്ങളുടെ കുട്ടികളെ ഇവിടെല്ലാം ഞങ്ങൾ മക്കളോട് പറയും, മക്കളെ, നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും ഭാഗ്യം. ഈ പുഴയോരത്തിൽ ഇരുന്ന് പഠിക്കാനുള്ള ഭാഗ്യം ഈ ലോകത്തിൽ ആർക്കും കിട്ടുക. ഒരുപാട് അതിനെല്ലാം ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നെഞ്ചി പൊട്ടിപ്പോകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ. ഒരു കൊച്ചു മോൻ്റെ വീഡിയോ കാണാനിടയാകുന്നു. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അമ്മയുടെ പൊന്നു മോനെ സ്കൂളിലെ ഫോട്ടോ നോക്കി കരയുന്നത് മന്ത്രി പറഞ്ഞു. ഈ ദുരന്തത്തിൽ 49 കുട്ടികൾ മരിച്ചുപോയി. അപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ എനിക്ക് എൻ്റെ കൂട്ടുകാരെ കാണാൻ പറ്റത്തില്ല. വീണ്ടും വല്ലാമൂർ സ്കൂളിൽ നിന്നും ഒരു വാർത്ത വരുന്നു. അവിടുത്തെ ഒരു അധ്യാപകൻ നമ്മോടൊപ്പമുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. സാർ, ഈ സ്കൂളിലെ ഒരു കുട്ടി ദുരന്തത്തെക്കുറിച്ച് മുൻകൂട്ടി ഒരു കഥ തയ്യാറാക്കിയിരുന്നു. അതൊന്ന് വിവരിക്കാമോ? അത് കഴിഞ്ഞ വർഷം ലിറ്റിൽ കൈറ്റിൻ്റെ മാഗസിൻ തയ്യാറാക്കാനുണ്ടായിരുന്നു. ആ കഥയിൽ ആ കുട്ടി പറയും,
ഒരു കുരുവി പറയുന്നതായിട്ടാണ്. കുരുവി പറയുന്നത്, നിങ്ങളെല്ലാവരും ഇവിടുന്ന് പൊക്കോളൂ, ഈ നദി നിങ്ങളെ കവർന്നെടുക്കും. പക്ഷേ അതിൽ സങ്കടകരമായ ഒരു കാര്യമെന്നാൽ ആ കുട്ടിയുടെ അച്ഛൻ ആ ദുരന്തത്തിൽ കാണപ്പെട്ടു. അത് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ സങ്കടം വരികയാണ്. നന്നായി പഠിക്കുന്ന കുട്ടിയാണ് ആ കുട്ടി. മനസ്സ് തകർന്നു പോയി ആ കുട്ടിയോട്. അടുത്ത ന്യൂസ് പഠിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ബ്രേക്ക്. പ്രകൃതിയോടുള്ള മനുഷ്യന് ക്രൂരതയ്ക്കുള്ള മറുപടിയാണോ ഈ ദുരന്തങ്ങളെല്ലാം? നാം ഓരോരുത്തരും ചിന്തിക്കണം. നന്ദി, നമസ്കാരം.